പുതിയ രാജ്യം, പുതിയ ഭാഷ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ വെച്ച് കഴിഞ്ഞാൽ വിയറ്റ്നാമിന്റെ തന്നെ പേൾ ഐലൻഡ്, മുത്തെന്നാണ് പറയണത്. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ സ്ട്രോങ് ആയിട്ട് വളർന്നു വരുന്ന ടൂറിസമാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഐലൻഡ് എന്ന് പറയുമ്പോൾ ചെറിയ ഒരു ഐലൻഡ് അല്ല, അതാത് രാജ്യങ്ങൾ വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്യണം. അപ്പം അതിന്റെ ഭാഗമാണ് ഇപ്പം ആർക്കും ഇങ്ങോട്ട് വരുന്ന സമയത്ത് വിസ വേണ്ടെന്നുള്ളത്. നേരിട്ട് ഇങ്ങോട്ട് വരണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. കാരണം ഈ ഐലൻഡിൽ വന്നിട്ട് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, കാഴ്ചകൾ കണ്ട് തിരിച്ചു പോകാന്നുള്ളതാണ്. അപ്പം അതിന്റെ പേരിൽ തന്നെ അവർ വളരെ ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടത്. കാര്യം വിയറ്റ്നാമിന്റെ ആണ് ദ്വീപെങ്കിലും ഏറ്റവും അടുത്ത് കിടക്കുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ കംബോഡിയാണ്. 45 കിലോമീറ്റർ, കംബോഡിയയുടെ തെക്ക് തീരത്തു നിന്ന് ഏതാണ്ട് ഒരു 45 കിലോമീറ്റർ മാറി കിടക്കണേ. അപ്പൊ അയൽവാസി കംബോഡിയയാണ് കേട്ടോ. പിന്നെ ഈ ഐലൻഡിന്റെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാല് ഒരേ സമയം ഭയങ്കര പവിഴപ്പുറ്റുകളും മറ്റുമൊക്കെ ഉള്ള ബീച്ചുകൾ, നമ്മൾ അങ്ങനത്തെ കാഴ്ചകൾ കാണാൻ പറ്റും. അതേസമയം ഈ കണ്ടൽക്കാടുകള്, മഴക്കാടുകളൊക്കെ അതൊക്കെ ചേർന്നിട്ടുള്ള അങ്ങനത്തെ മറ്റൊരു ഏരിയ, സമ്മിശ്രമായിട്ടുള്ള കാഴ്ചകളാണ്. അപ്പൊ ഇവിടെ എത്തുന്ന ഫുക്കോക്കിലെത്തുന്ന ആരും നിരാശപ്പെടില്ല എന്നുള്ള കാര്യം തീർച്ച.